നമസ്കാരം. മലയാളം പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടപ്പെട്ട നമ്മുടെ ഫ്ലവേഴ്സ് ടി വിയിലെ ഉപ്പും മുളകും എന്ന പരമ്പര അതിൻ്റെ 10ാമത് വർഷത്തിലേക്ക് കടക്കുകയാണ്. 10ാം വാർഷികത്തോട് അനുബന്ധിച്ച് എന്തൊക്കെയോ ചില സർപ്രൈസുകൾ ഉണ്ട് എന്ന് സിദ്ധു പറയുന്നുണ്ട്. അതിലൊരു സർപ്രൈസ് ആവട്ടെ കാണിക്കുന്നുണ്ട്. എന്താണെന്നാൽ ധർമ്മജൻ ഗോൾഗാട്ടി എത്തുന്നു എന്നുള്ളതാണ്. അതുപോലെ ഇനിയും ഒരു സർപ്രൈസ് കൂടെ ഉണ്ട് എന്ന് പറയുകയാണ്. അതെന്താണെന്ന് നമുക്ക് കണ്ടറിയാം. വെള്ളിയാഴ്ച 5-ാം തീയതിയിലെ എപ്പിസോഡിൽ തീർച്ചയായും ആ സർപ്രൈസ് എന്താണെന്ന് നമുക്ക് കാണാം. ഉപ്പുമുളകിനെ കുറിച്ചുള്ള കൂടുതൽ വിശകലനങ്ങളും വീഡിയോകളും കാണുന്നതിലേക്കായി നിങ്ങൾക്ക് ഉപ്പും മുളകും സീരിയൽ ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ തീർച്ചയായും കൂടുതൽ വീഡിയോസ് ഞാൻ അതുമായി ബന്ധപ്പെട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇപ്പോൾ തന്നെ 1-2 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അപേക്ഷിക്കുകയാണ്. അപ്പോൾ എന്താണ് സർപ്രൈസ് എന്ന് നമുക്ക് നോക്കാം. തീർച്ചയായും ഞാൻ പ്രതീക്ഷിക്കുന്ന സർപ്രൈസ് എന്താണെന്ന് വെച്ചാൽ ബാലു എത്തുന്നു എന്നുള്ളതാണ്. ധർമ്മജൻ ഗോൾഗാട്ടി എത്തുന്നു എന്ന് പറയുന്നതിനൊപ്പം തന്നെ ഇതിനേക്കാൾ വലിയൊരു സർപ്രൈസ് ഉണ്ട് എന്ന് സിദ്ധു പറയുന്നുണ്ട്. അപ്പോൾ അതിനേക്കാൾ വലിയൊരു സർപ്രൈസ് ഉപ്പുമുളകും സീരിയലിൽ നടക്കണമെങ്കിൽ അത് ബാലു എത്തുക തന്നെ ആയിരിക്കണം. കുറച്ച് ദിവസമായി ബാലു സീരിയലിലേക്ക് മടങ്ങി വരും എന്ന് പറയുന്നുണ്ട്. ബാലു മാത്രം പോയവരിൽ ബാലു മാത്രമാണ് മടങ്ങി വരുമെന്ന് പറയുന്നത്. നീലു ഒന്നും തിരികെ എത്തൂല എന്ന് ഏറെക്കുറെ ഉറപ്പാണ്. എന്തായാലും ബാലു മടങ്ങി വരും എന്നുള്ള വാർത്തകളാണ് പ്രചരിക്കുന്നത്. തീർച്ചയായും ബാലു ഈ വെള്ളിയാഴ്ചത്തെ സീരിയലിൽ എപ്പിസോഡിൽ മടങ്ങിയെത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നമുക്ക് 5-ാം തീയതി വരെ കാത്തിരിക്കാം. ഉപ്പുമുളകിൻ്റെ 10 വർഷം തികയാണ് ജനപ്രിയ പരമ്പര. സാധാരണ പരമ്പരകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി ഒരു കുടുംബത്തിലെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്ന ഒരു പരമ്പരയാണ്. നിങ്ങൾക്കറിയാം, കാണുന്നവർക്കൊക്കെ മനസ്സിലാവും. ഉപ്പുമുളകും ഇന്നുവരെകളിലുണ്ടായിരുന്ന സീരിയലിനെ കുറിച്ചുള്ള മനോഭാവങ്ങൾ മൊത്തത്തിൽ മാറ്റിമറിക്കുന്ന തരത്തിലുള്ള സാധാരണ മനുഷ്യൻ്റെ പച്ചയായ വിശേഷങ്ങൾ അങ്ങനെ തന്നെ അവതരിപ്പിക്കുന്ന വേഷം കെട്ടിട്ടില്ലാത്ത നല്ലൊരു സീരിയലാണ് ഉപ്പുമുളകും. എനിക്കാണെങ്കിൽ എത്ര കണ്ടാലും മതിയാവാത്തൊരു സീരിയലാണ്. ഞാൻ പഴയ എപ്പിസോഡുകളൊക്കെ വീണ്ടും കാണാറുണ്ട്. കണ്ടാൽ ശരിക്കും പറഞ്ഞാൽ ഓരോ വട്ടം കാണുമ്പോഴും നമുക്കത് ആസ്വദിക്കുകയും നമുക്ക് സമയം പോകാൻ പറ്റിയ ഒരു സീരിയലായി അതിനെ ഞാൻ കാണുകയാണ്. സന്തോഷകരമായിട്ടാണ് കാണുന്നത്. എത്ര കണ്ടാലും മതിയാവാത്ത നല്ലൊരു കുടുംബ എന്ന് പറയുമ്പോൾ സാധാരണ പറയും പോലെ തമ്മിൽ തല്ലോ അല്ലെങ്കിൽ കുടുംബ വഴക്കോ അങ്ങനെയൊന്നുമില്ല. രസിക്കാൻ പറ്റുന്ന ഒരു നല്ല സീരിയലാണ് ഉപ്പുമുളകും എന്നുള്ള കാര്യം എനിക്ക് ശരിക്കും ഉത്തമമായ ബോധ്യമുണ്ട്. തീർച്ചയായും കാണുന്നവർക്കും അത് ബോധ്യമുണ്ടാവും. അല്ലെങ്കിൽ ഇത്രയും കാലം ഒരു സീരിയൽ ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്നതാണ്. എന്തായാലും സീരിയലിൽ തന്നെ ഏറ്റവും ജനപ്രിയ നടനായ ബാലു, ബിജു സോപാനം എന്ന ബാലു തീർച്ചയായും മടങ്ങി വരുന്നു എന്നുള്ളത് ഈ സീരിയൽ കാണുന്നവർക്കൊക്കെ അത്യധികം ആനന്ദം നൽകുന്നതായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. വീണ്ടും ഞാൻ ഒരിക്കൽ കൂടെ അപേക്ഷിക്കുകയാണ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ വീണ്ടും ഇത്തരത്തിലുള്ള വീഡിയോസ് ഞാൻ ചെയ്യുന്നുണ്ട്. അത് കാണുന്നതിലേക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ ഈ ചെറിയ ചാനലിനെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ്.